ഹലോ. അപ്പോൾ ഞാൻ ബ്ലാക്ക്ബെറി കഴിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇപ്രാവശ്യം കുറേ മൾബറി ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയുള്ള സമയത്താണ് ഉണ്ടായത്. പക്ഷേ ആ സമയത്തേക്കാളും ഫസ്റ്റ് ടൈമാണ് ഇത്രയധികം മൾബറീസ് ഇതിൻ്റെ മേലെ ഉണ്ടാവുന്നത്. അപ്പം ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. തുടക്കത്തിൽ ഞാൻ 2-3 കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് ഇത്രയും ഞാൻ നിറഞ്ഞു നിന്നത്. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ലിച്ചു നന്ദിയുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ്. അപ്പം നിങ്ങൾ ചിലപ്പം മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഈ മൾബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമുക്ക് തൈകളൊക്കെ തരുമ്പം, അതായത് സ്കൂളിൽ നിന്ന് തൈകളൊക്കെ തരുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇത്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടെന്ന് തോന്നുന്നു എനിക്കത് കിട്ടാറില്ലായിരുന്നു. പക്ഷേ എപ്പോഴും ഒരിക്കലും ഏതൊരു ഫ്രണ്ടിന് കിട്ടിയപ്പോൾ ഞാനത് അവളുടെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാലമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് നനച്ച് വളർത്തി അത്യാവശ്യം നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അത് അപ്രത്യക്ഷമായ പോലെയായിരുന്നു. പിന്നെ അത് കാണാനേ ഇല്ല. പക്ഷെ എനിക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഈ ഒരു തൈ നട്ടിട്ട് ഇപ്പോൾ 2-3 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പം ഇത് ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിത് പറിച്ച് കഴിക്കുന്നുണ്ട്. എൻ്റെ ലിച്ചുന്നൻ്റെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ ലിച്ചുവാണ് എടുത്തു തന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതാ പറിച്ച് ഏതായാലും നല്ലോണം കഴുകിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, പിന്നെ നല്ല മധുരമുണ്ട് ഇതിന്. പക്ഷെ ഇത് കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിൻ്റെ കളറിങ്ങനെ ഇളകി വരും. ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നാണ് അനിയൻ പറഞ്ഞത്. ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല, ഇനിയിപ്പം നോക്കണം. അപ്പം നാട്ടിലുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് കൂടി ചെയ്യണേ. ടാറ്റാ.